ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 137ാമത്തെ സെഷനാണല്ലോ ഇത്. 4ാം സദനത്തെക്കുറിച്ചുള്ള 58ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിചിന്തനത്തോടുകൂടെ നമ്മൾ 4ാം സദനത്തെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ നമ്മൾ ഉപസംഹരിക്കുകയാണ്. 3 അധ്യായങ്ങളാണ് 4ാം സദനത്തെ പറ്റി വിവരിക്കാൻ അമ്മ ത്രേസ്യ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളത് വിശദമായിട്ട് തന്നെ സാമാന്യം കണ്ടല്ലോ. 1ാമത്തെ അധ്യായത്തിൽ ഇതൊരു ഉപസംഹാര സെഷനാണ്. നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് ഒരുമിച്ച് കണ്ട് നമ്മൾ ഉപസംഹരിക്കുകയാണ്. 1ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ സ്വഭാവ അതീത പ്രാർത്ഥനയിലേക്കുള്ള പ്രവേശനം എന്നുള്ളതായിരുന്നു. സ്വഭാവ അതീത അനുഭവമായതുകൊണ്ട് ഇത് വിശദീകരിക്കുക എനിക്ക് സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ മദ്രേസ്യ ആരംഭിച്ച് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാവുകയുമുള്ളൂ എന്ന് പറഞ്ഞ മദ്രേസ്യ ആരംഭിച്ചു. എന്നിട്ട് അതിനകത്ത് പ്രധാനമായിട്ട് പങ്കുവച്ച കാര്യങ്ങൾ, ഒന്ന്, ഭക്തിമാധുര്യവും ആത്മീയ ആനന്ദവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് മദ്രേസ്യ വിശദീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഭക്തിമാധുര്യം ഏതൊരു നല്ല കാര്യവും ത്യാഗമെടുത്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പരിശ്രമിച്ച് പൂർത്തീകരിക്കുമ്പം നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകും. ആത്മീയ മേഖലയില് ഭക്തകൃത്യങ്ങള്, ആത്മീയ അഭ്യാസങ്ങള്, ശുശ്രൂഷകള് ത്യാഗമെടുത്ത് അധ്വാനിച്ച് ശ്രദ്ധയോടുകൂടി പൂർത്തീകരിക്കുമ്പം ആത്മീയമായ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അത് വലിയ വൈകാരിക അനുഭവത്തോടെ കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന അനുഭവമൊക്കെ ആയിട്ട് അനുഭവപ്പെടാം. അതിനെയാണ് അമ്മ ത്രേസ്യ ഭക്തി മാധുര്യം എന്ന് പറയുന്നത്. ഇത് അല്പമെങ്കിലും ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും ദൈവം തരുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അത് നമ്മുടെ സ്വാഭാവികമായ തലത്തിലാണ് അതിൻ്റെ അടിത്തറ മുഴുവൻ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉന്നം ദൈവമായതുകൊണ്ട് അത് ആ ഒരു സന്തോഷവും തൃപ്തിയും ചാരിതാർത്ഥ്യവും എല്ലാം ദൈവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ്. പക്ഷെ അതിൻ്റെ ആരംഭം നമ്മുടെ സ്വാഭാവികമായ അധ്വാന മേഖലകൾ തന്നെയാണ്. എന്നാൽ ഭക്തിമാധുര്യ ആനന്ദ അനുഭൂതി എന്ന് പറയുന്നിടത്ത് അതിന്റെ ഉറവിടം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ആനന്ദ അനുഭവം അത് നമ്മുടെ ഏതെങ്കിലും അധ്വാനത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പക്ഷെ അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സ്വാഭാവിക പ്രകൃതി സഹജമായ മേഖലകളെല്ലാം അത് നിറച്ചെടുത്തിട്ട് നമ്മളെ ഒരു ആനന്ദ അനുഭൂതിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു വ്യത്യാസം ഇത്ര ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ആനന്ദ അനുഭൂതി എന്നുള്ള ഈ ഒരു പ്രത്യേക അനുഭവ വിശേഷം അതിസ്വാഭാവിക തലത്തിലുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഹൃദയത്തെ വിശാലമാക്കിയപ്പോൾ എന്നൊരാശയം അതിനെ പങ്കുവെക്കുകയാണ്. നമ്മുടെ ഹൃദയം അങ്ങ് വിശാലമാകുന്നു, ഹൃദയം വികസിക്കുന്നു ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ വഴിയായിട്ട് എന്നൊരു അനുഭവം മദ്രസ പറയുകയുണ്ടായി. അത് പറഞ്ഞപ്പോഴാണ് മദ്രസ പറഞ്ഞത്, എന്തെങ്കിലും മറ്റ് വ്യഗ്രതകൾ കയറി വരുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. പല വിചാരങ്ങളെ കുറിച്ച് നമുക്ക് വളരെ സഹായകരമായ ഒരു ചിന്തയായിരുന്നു നമ്മൾ കണ്ടതാണ്. പല വിചാരങ്ങൾ ഇങ്ങനെ കയറി വരെ നിയന്ത്രിക്കാനായിട്ട് നോക്കുകയോ വേണ്ട, അതിന്റെ പുറകെ നിങ്ങൾ പോവുകയും വേണ്ട. ബുദ്ധി, മനസ്സ് ഇത് ആത്മാവിന്റെ ശക്തികളാണ്. അത് മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി, അത് ഒരു മണിപ്രാവിനെ പോലെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ദൈവത്തിന്റെ പக்கம் നമ്മൾ വന്നിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ബുദ്ധി, അണ്ടർസ്റ്റാൻഡിങ്. മറ്റേത് മനസ്സെന്ന് പറയുന്ന വില്ല്, നമ്മുടെ തീരുമാനം, അത് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം ദൈവത്തിന്റെ പക്കൽ ഇരിക്കുന്ന ബോധ്യത്തോടുകൂടെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ, ചിന്തകൾ ഇങ്ങനെ വിരിവിര പറന്നു നടക്കും. കൊച്ചു പ്രാണികളെ പോലെ, കൊതുകിനെ പോലെയൊക്കെ പറന്നു നടക്കും. അത് ഭാവന എന്നുള്ള വാക്കും ആശയവും നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ പോവുകയേ വേണ്ട. നിങ്ങളെ തന്നെ നമ്മുടെ സ്വഭാവത്തിന്റെ ആന്തരിക ലോകത്തിന്റെ രീതി അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അമ്മത്രസ്യ പറയുകയാണ്. ആകാശഗോളങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയല്ലാത്ത പോലെ നമ്മുടെ ഈ ഭാവനയുടെ ചാട്ടവും പോക്കും ചിന്തകളുടെ ഓട്ടവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ചിന്തയും ഭാവനയും അതിൻ്റെ ഇതിലേക്ക് ഇടയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് നിയന്ത്രിക്കാനുള്ള പരിശ്രമം ഉപേക്ഷിച്ചേരെ. അത് നിങ്ങൾ ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. അത് നമ്മുടെ ഈ പ്രകൃതത്തിൽ നിന്നുണ്ടാവാം. സാത്താനും വേണം ഇങ്ങനെ ചിന്ത കിട്ടുതരാം, ഭാവന അത് കിട്ടുതരാം, നോക്കുക പുറത്തുനിന്ന്. അതങ്ങ് അവഗണിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ബലഹീനത കൊണ്ട് പ്രകൃതത്തിന്റെ രീതി കൊണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ അതിന് പുറകെ പോകാതിരിക്കുക, മനസ്സിലാക്കി എടുക്കുന്നവരുകൂടെ. സാത്താൻ ഇട്ട് തരുന്നതാണെങ്കിൽ അത് മനസ്സിലാക്കുക, അവഗണിച്ചേക്കുക. അങ്ങനെ ഇതിന്റെ പേരിൽ ആത്മാവിനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥന നിർത്തി മനസ്സ് മടുപ്പെടുക്കാൻ ഇടവരരുത്. ഇത്രയും പറഞ്ഞ 1ാമത്തെ അധ്യായം
മദ്രസ നിർത്തിയത് 4-ാം സദനത്തെക്കുറിച്ചുള്ളത്. 2-ാമത്തെ അധ്യായത്തിൽ കൂടുതലായിട്ട് ആനന്ദ അനുഭൂതിയെക്കുറിച്ച് മദ്രസ പഠിപ്പിച്ചു. വെള്ളത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആത്മീയ ആനന്ദം, ആത്മീയ അനുഭൂതി, പ്രശാന്തമായ പ്രാർത്ഥന, പ്രണിധാനം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചത് മദ്രസ ചെയ്ത് ഈ അനുഭവത്തെ പങ്കുവെക്കാൻ വിശദീകരിക്കാൻ നോക്കുന്നുണ്ട്. 2 രീതിയിൽ വെള്ളം നിറയുന്ന ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു ടാങ്ക്, കിണർ മദ്രസ അവതരിപ്പിച്ചു. ഒരു ടാങ്കിലേക്ക് നമ്മൾ ദൂരേന്ന് വെള്ളം മോട്ടർ വെച്ച് പൈപ്പ് കുഴലിലൂടെ ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിറച്ചെടുക്കണം. ഇവിടെ വെള്ളം ഇല്ല, ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ്. ദൂരെ നിന്നുള്ള വെള്ളം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവരിക, അങ്ങനെ വെള്ളം കിട്ടുന്ന അനുഭവമാണ്. മറ്റേത് ഈ ഉണ്ടാക്കിയ ടാങ്കിന്റെ അല്ല കുളത്തിന്റെ അടിയിൽ തന്നെ നല്ല ഉറവ, ശക്തമായ ഉറവയാണ്. അടിയിൽ നിന്ന് വെള്ളം വന്ന് എപ്പോഴും ടാങ്ക് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ടാങ്ക് നിറയ്ക്കാൻ ഒരു ഭാരവും ഇല്ല, ഉണ്ടാക്കി ഇട്ടു. നമ്മൾ കുഴൽക്കിണറിന്റെ ഉദാഹരണം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അടിയിലുള്ള വലിയ ഭൂഗർഭ ജലാശയത്തിലേക്ക് കുഴൽക്കിണർ പോയി തുറന്നു കഴിയുമ്പോഴേക്കും അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരു ബലപ്രയോഗം വേണ്ട, മോട്ടറും വേണ്ട, പമ്പിങ് വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ വെള്ളം സമൃദ്ധമായി അടി കിടക്കുകയാണ്. ഇതാണ് ആനന്ദ അനുഭൂതി സംഭവിക്കുന്നത്. ദൈവമാകുന്ന ജലാശയത്തിലേക്ക് നമ്മുടെ ഉള്ളങ്ങ് തുറന്നു കിട്ടുമ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന് നിറഞ്ഞ് കവിയുന്ന അനുഭവമാണ്. മറ്റേ ഭക്തി മാധുര്യത്തിനകത്ത് നമ്മളിങ്ങനെ ഒത്തിരി അധ്വാനിച്ചും പ്രാർത്ഥിച്ചും ത്യാഗമെടുത്തും പരിശ്രമിച്ചും എല്ലാം ഒരു ആനന്ദ അനുഭൂതിക്ക് നമ്മൾ തന്നെ കൊണ്ടുവരാൻ നോക്കുന്ന മാധുര്യം ഉണ്ടാകുന്ന അനുഭവമാണ്. 2 ഉദാഹരണം മദ്രസയിൽ പറയുകയുണ്ടായി. വീണ്ടും പറഞ്ഞു, ഈ ഭക്തിമന്ദിരത്തിന്റെ അനുഭവം നമ്മുടെ ആത്മാവിന്റെ അടിയിൽ ഒരു ധൂപകലശം വെച്ചിരിക്കുന്നു. അതിന്റെ സുഗന്ധം ഇങ്ങനെ, പരിമളം ഇങ്ങനെ പടർന്ന് കയറുന്നു, എവിടെ നിന്ന് വരുന്ന അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഒരു ഉദാഹരണം മദ്രസയിൽ പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫലങ്ങളിൽ നിന്ന് വേണം തിരിച്ചറിയാൻ. അനുഭൂതി മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന ദൈവസ്നേഹവും എളിമയും ആത്മീയ മേഖലയുള്ള വലിയ തീക്ഷ്ണതയും എല്ലാം നോക്കിയിട്ട് വേണം തിരിച്ചറിയാൻ നമുക്ക് പറയുകയുണ്ടായി. വീണ്ടും ഒരു കാര്യം പറഞ്ഞത്, എപ്പോൾ കിട്ടുമെന്നുള്ളത് നമ്മൾ തത്രപ്പെടാൻ പോകണ്ട, കിട്ടാൻ വേണ്ടി ബഹളം വെക്കാനും പോകണ്ട. നമ്മളത് ആഗ്രഹിക്കുക, പക്ഷെ അന്വേഷിച്ച് പോകണ്ട, ഒരുങ്ങിയിരിക്കുക. ബാക്കി തമ്പനെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളും. ആഴമായ എളിമയും ആത്മപരിത്യാഗവും ഉള്ളവർക്കെല്ലാം ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. നമ്മൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് യഥാർത്ഥമായ എളിമയും യഥാർത്ഥമായ ആത്മപരിത്യാഗമാണ് അവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ എളിമ, യഥാർത്ഥ ആത്മപരിത്യാഗം. ഇത്രയും പറഞ്ഞ് 2-ാമത്തെ അധ്യായത്തെ പൂർത്തീകരിച്ചു. ഒരു 3-ാമത്തെ അധ്യായത്തിൽ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇത് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അമദ്രസയുടെ കുറെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അമദ്രസ നേരത്തെ സുഗത സരണിയിലും മറ്റും അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിച്ച് നമ്മളത് കയറി കാണുകയുണ്ടായി. അപ്പൊ നമ്മൾ അവിടെ ശാന്തമായിട്ടിരുന്ന ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ച് അതിന് സഹായകരമാകത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വേണം ഉപയോഗിക്കാം, തിരുസലുകൾ ഉപയോഗിക്കാം, ആവശ്യമുണ്ട് നല്ല പുസ്തകങ്ങൾ വായിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കണം. കണ്ണുകൾ അടച്ച് ഇന്ദ്രിയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഉള്ളില് ദൈവത്തിന്റെ സ്ഥലം തിരിച്ചറിയുക. അത് ഭാവന വെച്ചുകൊണ്ട് ചിന്തിച്ചെടുക്കുന്നത് മാത്രമല്ല, ഇത്ര പരിശ്രമം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം തന്നെ ആ കൃപ നമുക്ക് തന്നെങ്കിലേ ഈ അനുചിന്തന പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര ഒരു ആമുഖം സുഗതസരണിക്കകത്ത് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അഗസ്ത്യനോസ് ദൈവത്തെ തേടി അവിടെ ഇവിടെ എല്ലാ അവസാനം എൻ്റെ ഉള്ളിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു വാക്യം എടുത്തുകൊണ്ട് മദ്രസ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത്, പുറത്തു പോയി അലയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ദ്രിയങ്ങൾ വഴിയായിട്ട് ഇറങ്ങാൻ പോയാൽ ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടാകും. അത് ഒരു നഷ്ടം തന്നെയാണ്. അവിടെ പരമാവധി ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടാൻ പോകുന്നതൊക്കെ ഒഴിവാക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ഇടപെടുമ്പോൾ ഉള്ളിൻ്റെ ബന്ധം വിട്ടുപോകാത്ത രീതിയിൽ ഇടപെടാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറയുകയുണ്ടായി, ഒത്തിരി അധ്വാനിച്ച് ബുദ്ധിമുട്ട് നമ്മുടെ തന്നെ ബലം പ്രയോഗിച്ച് എടുക്കേണ്ട ഒരു അനുഭവം അല്ല ഇത് എന്ന് നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നതിനല്ല, മറിച്ച് സ്നേഹിക്കുക, അവിടുന്ന് അനുഭവം തരുമ്പോൾ സ്തുതിച്ച് നന്ദിയോടെ സ്വീകരിക്കുക. രാജാവിൻ്റെ മുമ്പിൽ എത്തി എന്നുള്ള ബോധ്യം എത്തിക്കഴിഞ്ഞ് രാജാവ് നമ്മളെ ശ്രദ്ധിച്ചു, ഒരു അടയാളം കാണിച്ചു, ഓക്കെ വന്നല്ലേ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാജാവേ പ്രഭോ എന്നെ ശ്രദ്ധിക്കണേ ഇങ്ങനെ പറഞ്ഞ് ബഹളം വെക്കണ്ട, അവിടെ നിന്നാൽ മാത്രം മതി. രാജാവ് നമ്മളെ കണ്ടു എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടി അടയാള സഹിതം. നമ്മൾ രാജാവിന്റെ ഒപ്പം എത്തുകയും ചെയ്തു. പിന്നെ അവിടെ ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യുക, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തക്ക സമയത്ത് രാജാവ് ഇടപെട്ടുകൊള്ളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബഹളം വെക്കണ്ട, തമ്പനെ തക്ക സമയത്ത് ഇടപെട്ടുകൊള്ളും. പക്ഷെ ആ സാന്നിധ്യം കിട്ടുന്നില്ല എങ്കിൽ ചൊല്ലിയുള്ള പ്രാർത്ഥനകളും വായനയൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് മദ്രസ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. വീണ്ടും ഈ ആനന്ദ അനുഭൂതിയുടെ യഥാർത്ഥ അനുഭവം നമ്മൾ എത്തിയോ ഇല്ലെന്ന് അറിയാനുള്ള ഉറപ്പുള്ള മാർഗം മദ്രസ പറഞ്ഞത് അതിന്റെ അടയാളങ്ങൾ അല്ലെ ഫലങ്ങളാണ്.
അതൊരു 17 ഫലങ്ങൾ മദ്രസ പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ ഉള്ളു നല്ലൊരു വികാസത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ, ഒരു സങ്കോചമെല്ലാം മാറുന്നു. ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ, ആത്മീയ കാര്യങ്ങളെ കുറിച്ച് പറയാനോ പങ്കുവെക്കാനോ അതിനുവേണ്ടി നിലകൊള്ളാനുള്ള സങ്കോചം എല്ലാം മാറി. നരകഭയം അങ്ങ് വിട്ടുപോയി. നരകത്തിൽ പോകുന്ന നശിച്ചു പോകുന്ന ചിന്തയെ വരുന്നേ ഇല്ല. പിന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ദാസോപമായ ഒരു ഭയം, ഒരു പേടിച്ചരണ്ടുള്ള ഒരു ഭയത്തിന്റെ രീതി മാറിയിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവത്തിന്റെ നന്മയും സ്നേഹവും അറിഞ്ഞുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഒത്തിരി ഓച്ചാനിച്ചും അകന്നും ഭയന്നും പേടിച്ചും വിറങ്ങലിച്ചും നിൽക്കുന്ന ഒരു ബന്ധമല്ല തമ്പുരാന്റെ പക്കൽ നമുക്ക് അനുഭവപ്പെടുന്ന, മറിച്ച് ഒരു പുത്ര സഹജമായ ഒരു അടുപ്പം, സ്വാതന്ത്ര്യം. അതേസമയം യഥാർത്ഥമായ ദൈവഭയം ഉണ്ടാകും വെച്ചാൽ തമ്പുരാന്റെ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ പെരുമാറ്റമോ രീതികളോ വഴി ഒരിക്കലും ഇട വരാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രത. വീണ്ടും സ്വർഗത്തെ ഒരു പ്രത്യാശ. ഞാൻ ദൈവത്തിന്റെ പക്കലെത്തും, സ്വർഗത്തിൽ എത്തിച്ചേരും, അവിടുത്തെ കരുണയാൽ സ്വർഗം എനിക്ക് സ്വന്തമായിട്ട് കിട്ടും, ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടുന്നു. പ്രായശ്ചിത്ത കൃത്യങ്ങളിൽ കൂടുതൽ തീക്ഷ്ണത കിട്ടുന്നു. ഭയവും ശങ്കയെല്ലാം മാറി ആരോഗ്യ അപകടത്തിലാകുമോ നോക്കിയും കണ്ടും ഒക്കെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്ന അതൊക്കെ മാറിയിട്ട് സ്നേഹത്തെ പ്രതി പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനുള്ള ആവേശം, തീക്ഷ്ണത കിട്ടുന്നു. സഹിക്കുവാനുള്ള ബോധ്യം, ആഗ്രഹം ഉണ്ടാകുന്നു. ദൈവമാഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്നു. നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള വ്യക്തത അതോടൊപ്പം തെളിഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ ലോക സന്തോഷങ്ങൾ, ലോകം തരുന്ന ആനന്ദങ്ങൾ, ഭക്ഷണത്തിൻ്റെയും കാഴ്ചയുടെയും കമ്പനിയുടെയും കറങ്ങാൻ പോകുന്നതിൻ്റെയും അതൊക്കെ ഒരു എച്ചില് പോലെ അപേക്ഷനാകാൻ തുടങ്ങുന്നു. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മസംയമനത്തോടെ മാറ്റിവെക്കാൻ, അത് വേണ്ടാന്ന് വെക്കാനുള്ള ആത്മസംയമന കരുത്ത് കിട്ടുന്നു. പുണ്യങ്ങളിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടാനായിട്ട് ആരംഭിക്കുന്നു. നമുക്ക് ആത്മീയതയിൽ വളരാനുള്ള തടസ്സങ്ങളൊക്കെ അത്ഭുതകരമായ രീതിയിൽ തന്നെ മാറി വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു 17 അടയാളങ്ങൾ, അനുഭവങ്ങൾ, ഫലങ്ങൾ ഇതിനെ കൂടെ നമുക്ക് കിട്ടും. അത് വരുമ്പോഴാണ്, അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തമ്പുരാൻ നയിക്കുന്ന വന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത് നമുക്ക് പറയുകയുണ്ടായി. വീണ്ടും 2 മുന്നറിയിപ്പ് മദ്രസയോട് തരികയുണ്ടായി. ആദ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒന്ന്, ഇത്രയും വന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് നീങ്ങരുത്. ഇനി അത്ര ഗൗരവമുള്ള കാരണത്താലാണ് പ്രാർത്ഥന ഇച്ചിരി കുറയുന്നതെങ്കിൽ എത്രയും വേഗം തിരിച്ചു കയറിക്കണം, അമാന്തിക്കാൻ പാടില്ല. അതല്ല എങ്കിൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ്. നമ്മൾ കടലിന്റെ അടിയിലേക്ക് ഓക്സിജൻ ട്യൂബ് വെച്ചുകൊണ്ട് അങ്ങ് താഴേക്ക് നീന്തി പോകുന്നു, അല്ലെങ്കിൽ ശൂന്യാകാശത്തിലേക്ക് പോകുന്ന ഓക്സിജൻ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കുറെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓക്സിജൻ മാറ്റാൻ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ പോലെ ആത്മീയത ഇത്ര കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ആത്മീയ കൃപാപരം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ എല്ലാം അതല്ല അധിക്കുന്നത്, പ്രാർത്ഥന വഴി കിട്ടുന്നത്. ആ പ്രാർത്ഥന ഓഫാക്കി കഴിഞ്ഞാൽ ഓക്സിജൻ ട്യൂബ് വലിച്ചു വരുന്ന പോലെ ശൂന്യാകാശത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ കടലിന്റെ അടി ചെന്നിട്ട് ഓക്സിജൻ മാറ്റുന്ന പോലെയാണ്. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കാൻ ഇട വരരുത്. എപ്പോഴെങ്കിലും എപ്പോൾ ഒന്ന് കുറഞ്ഞു പോയാൽ എത്രയും തിരിച്ച് കയറിക്കോണം, അല്ലെ വലിയ അപകടമാണ് നമ്മൾ മുന്നറിയിപ്പ് തരികയാണ്. വീണ്ടും മറ്റൊന്നും കൂടെ പറഞ്ഞു, ചിലപ്പോൾ ചില ആത്മീയ അനുഭവങ്ങൾ തെറ്റിദ്ധരിക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് പരവേശം ഉണ്ടാകുക, തല ഇറങ്ങി വീഴുക, ബോധം കെട്ട് വീഴുക, ഉരുണ്ട് വീഴുക, മയങ്ങി കിടക്കുക, അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടാവും. അത് ഇതിന്റെ ഒരു ആനന്ദാനുഭവത്തിന്റെ ഭാഗമായിട്ട് വരണമെന്നില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ആരോഗ്യ വിഷയങ്ങളായിരിക്കാം. ഭക്ഷണം കുറച്ചുകൂടെ കഴിക്കുക, കുറച്ചുകൂടെ ഉറങ്ങുക, വിശ്രമം എടുക്കുക, അങ്ങനെ ഒരു ആ വിഷയങ്ങളൊക്കെ മാറിക്കോളും. ഇടയ്ക്ക് ഇച്ചിരി ഉരുണ്ട് വീഴുന്ന വല്ലതും ഉണ്ടായാൽ പോലും അതേലല്ല ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഇടയിലും ഈ പറഞ്ഞ 17 ഫലങ്ങളുണ്ടോ നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുകയാണ്. പിന്നെ ഈ 4ാം സ്ഥാനത്തിൽ എത്തിയ ഒരു വ്യക്തിയുടെ പക്കൽ സാത്താൻ ഒത്തിരി ഒന്നും കയറി കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവന്റെ ഒരു ശല്യം എപ്പോഴും ഉണ്ട്. അത് നമ്മളെ ജാഗ്രത കൊണ്ടുപോകാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മദ്രേസ്യ ഈ 4ാം സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത്, 3 അധ്യായങ്ങൾ വിവരിച്ചത്. ഇത് നമുക്ക് തിരിഞ്ഞല്ലോ. അതിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഒരു കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയുടെ ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. 1ാമത്തെ ഓളിയത്തില് പരിശുദ്ധ കന്യകാമറിയം കൊച്ചു മേരിയായിട്ട് ജെറുസലേമിലെ ബാലികാഭവനിൽ വസിക്കുമ്പോൾ ഹന്ന എന്നുള്ള പ്രവാചകിയാണ് ബാലികാഭവന്റെ സൂക്ഷിപ്പുകാരിയായിട്ട് മരിയവാർത്തകത്തേക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ കുഞ്ഞുമേരി ഒരിക്കലും ഇങ്ങനെ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ട് ഹന്ന കാണുന്ന ഒരു രംഗമുണ്ട്. 10ാമത്തെ അധ്യായത്തിലാണ്. അതിങ്ങനെയാണ്. ഹന്ന വന്ന് ചോദിക്കുക, മോളെ നിനക്ക് എപ്പോഴും പ്രാർത്ഥനയാണ്, പ്രാർത്ഥന എടുക്കുന്ന നിനക്ക് മതിയാവുന്നില്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ കുഞ്ഞുമേരി 4, 5, 6 വയസ്സുള്ള മേരി പറഞ്ഞ മറുപടി, ആ മറുപടിക്കകത്ത് ഈ മദ്രേസ്യ പറഞ്ഞ അനുഭവത്തിന് നല്ലൊരു നേർക്കാഴ്ച കാണാൻ പറ്റും. അത് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ കുഞ്ഞുമേരി പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന എനിക്ക് മതിയാകും, എന്നാൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്.
എനിക്ക് ദൈവത്തോട് എത്ര അടുപ്പം തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുകയില്ല. അടുപ്പത്തേക്കാൾ കൂടുതൽ ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിന് ഉള്ളിലാണ്. നോക്കിക്ക് എത്ര കൃത്യമായിട്ടാണ് ഈ വാൾതോറത്തേക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ രംഗത്തില് ആ കുഞ്ഞുമേരി പറയുന്നത് നമ്മൾ കാണുന്ന കാര്യം. മദ്രസ പറഞ്ഞതുമായിട്ടും വചനത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന ദൈവം ഞാൻ നിങ്ങൾ വസിക്കും, പിതാവ് പുത്രൻ നിങ്ങൾ വന്ന് വാസം ഉറപ്പിക്കും. അത് ഈ കുഞ്ഞുമേരി അനുഭവിക്കുകയാണ്. അപ്പൊ ഇത് വലിയ ആത്മീയ അനുഭവത്തിന്റെ പങ്കുവെക്കൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ദൈവത്തിൽ സംസാരിക്കുക, അതിനേക്കാൾ കൂടെ ദൈവം എൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് പറയാം എൻ്റെ അഹങ്കാരം ദൈവനോട് ക്ഷമിക്കട്ടെ, എന്നാൽ ഞാൻ ഏകാഗ്രയാണെന്ന് എനിക്ക് വിചാരമില്ല. അതാണ് ഈ നാരാസനത്തിന്റെ അനുഭവം. അതാണ് നമ്മൾ തനിച്ചല്ല, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, കൂടെയുണ്ട്. നോക്കൂ, അവിടെ സ്വർണ്ണവർണ്ണവും ധവളമയും കലർന്ന ഇരട്ട വിരികളുടെ പിന്നിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനല്ലാതെ മറ്റാർക്കും നോക്കുവാൻ പോലും അനുവദിച്ചിട്ടില്ലാത്ത പരിഹാര വിരിയുടെ പീഠത്തിലേക്ക് ഞാൻ നോക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലമുണ്ട്, വിരിയിട്ട് ഇരട്ട വിരി. അതിനകത്തേക്ക് പ്രധാന പുരോഹിതന് മാത്രമേ നോക്കാനോ കയറാൻ അനുവാദമുള്ളൂ. അത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിരിയുടെ തൻ്റെ ഉള്ളില് ഈ കുഞ്ഞുമേരി അനുഭവിക്കുക, മാതാവ് അനുഭവിക്കുകയാണ് കൊച്ചുനാളില്. അതാണ് ഈ 7-ാം സദനം. അങ്ങോട്ട് ഞാൻ നോക്കുകയാണ്, പറയാണ് എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഇസ്രായേലിന്റെ മക്കളെല്ലാം ചെയ്യുന്ന പോലെ ഏറ്റവും വണക്കത്തോടെ മാത്രം ഞാനും എൻ്റെ കണ്ണുകളെ അവിടേക്ക് ഉയർത്തുന്നുള്ളൂ. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന അഹങ്കാരം എന്നെ അന്ധയാക്കിയത് കൊണ്ട് പറയുന്നതാണെന്ന് ധരിക്കരുതേ. ഇസ്രായേലിന്റെ ഏറ്റവും ചെറിയവളാണ് ഞാനെന്ന് എനിക്കറിയാം. വിരിയുടെ പിന്നെ ഞാൻ എന്താണ് കാണുന്നത്? തന്നെ ഉള്ളിൽ അനുഭവം പറയണം. ഒരു കൂടാരം, അതിനുള്ളിൽ എന്താണ്? എൻ്റെ ഹൃദയത്തെ അവിടെ ഞാൻ കാണുന്നു. ദൈവം തൻ്റെ മഹത്വത്തിൽ അവിടെ പ്രകാശിക്കുന്ന ഞാൻ കാണുന്നു. എന്നോട് അവിടുന്ന് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്യുന്നു. ഇതാണ് ഉള്ളിലുള്ള തമ്പുരാനുമായിട്ട് കുഞ്ഞുമേരി ആ അനുഭവത്തിൽ പോലും ആ അവസ്ഥയിൽ പോലും പറയുന്നത്. അപ്പോൾ ഞാൻ മരിക്കുന്നു, ദൈവത്തിൽ ഞാൻ തീരുകയാണ്, എന്നാൽ ഞാൻ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ ചലനത്തിനൊത്ത് ഈ സ്നേഹചുംബനവും ഈ അനുഭവം ആവർത്തിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, കുട്ടികളെ, ഞാൻ നിങ്ങളുടെ കൂടെയാണെങ്കിലും എന്നെ ചുറ്റിയിരിക്കുന്ന ഈ അഗ്നിഗോളം എന്നെ നിങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ആഗ്നേയ വൃത്തത്തിൽ ഞാനും ദൈവവും മാത്രം. ദൈവത്തിൻ്റെ അഗ്നിയിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നു. അതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നാൽ സ്വാഭാവിക സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളെ മാത്രമല്ല, ഒരുത്തരെയും സ്വാഭാവിക സ്നേഹത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ആത്മാവിൽ എന്നെ സ്നേഹിക്കുന്ന അവനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇത് പറഞ്ഞ് കുറച്ചുകൂടി വിവരിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായമാണ് 1-ാമത്തെ പുസ്തകത്തിൽ. അപ്പൊ ഈ കുഞ്ഞുമേരി 8-9 വയസ്സുള്ളപ്പം അനുഭവിക്കുന്നതായിട്ട് മരിയവാൾതോറത്തേക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത് ഈ ദൈവമനുഷ്യ സ്നേഹത എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അത് തന്നെ അമ്മ തെരേസ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 4-ാം സദനം നമ്മൾ കയറി ചെല്ലുന്ന ഉള്ളിൻ്റെ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ആ ഒരു തലം, അതിൻ്റെ അകത്തെ തലങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഇവിടെ ഈ കുഞ്ഞുമേരി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ ഉള്ളിൽ ഒരു അഗ്നിഗോളം, വിരിയുടെ ഉള്ളിൽ അവിടെ എൻ്റെ തമ്പുരാൻ, അവിടെ ഞാൻ കയറിച്ചു, അവിടെ എൻ്റെ ഹൃദയം അവിടെയാണ്. ഞാനും എൻ്റെ ദൈവവും അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ മറുപടി പറയുന്നത്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അവിടെ ഞാൻ തീർന്നു പോവുക, പക്ഷെ വീണ്ടും ഞാൻ ജനിക്കുകയാണ്. വീണ്ടും ഇത് തന്നെ ആവർത്തിയാണ്. സ്നേഹം കൊണ്ട് ഇങ്ങനെ കത്തി കത്തി കത്തി. ഞാൻ ഈ സ്നേഹത്തിൻ്റെ കൂടാരത്തിൻ്റെ അകത്താണ്. ഇതിനകത്തുനിന്ന് ഞാൻ നിങ്ങളെല്ലാവരും കാണുന്നത് നോക്കുന്നതും. അവിടെ ഞാൻ ഒരിക്കലും തനിച്ചല്ല, തമ്പുരാന്റെ കൂടെയാണ്. ഇത് അമ്മ തെരേസ പറയുന്ന അനുഭവം. ഇത് നമുക്ക് സ്വന്തമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരൻ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.